നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 3 മരണം. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട്. കണ്ണൂർ ചെറുകുന്നിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പിക്കപ്പ് ഡ്രൈവർ മരിച്ചു. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 13 പേർക്ക് പരിക്ക്. കുഴിമന്തിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ. തൃശൂർ പെരിഞ്ഞനത്ത് വീട്ടമ്മ മരിച്ചു. മരിച്ചത് പൊന്മാനിക്കുടം സ്വദേശി ഉസൈബ. സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയ 178 പേർക്ക് ഭക്ഷ്യവിഷബാധ. നിലമ്പൂർ ഷൊർണൂർ സ്പെഷ്യൽ എക്സ്പ്രസിൽ യുവതിക്ക് പാമ്പുകടിയേറ്റു. പാമ്പുകടിയേറ്റത് ആയുർവേദ ഡോക്ടർ ഗായത്രിക്ക്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീരുമേട് പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ പണിമുടക്കിൽ. 3 മാസമായി ശമ്പളമില്ല. സമരം നെല്ലിമല, പശുമല, മഞ്ഞുമല ലോവർ ഡിവിഷൻ മേഖലയിൽ. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിലെ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ 5 ജില്ലകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമുണ്ടായതെന്നാണ് സംശയം. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. ഒരു യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റു. കളമശ്ശേരിയിൽ വ്യാപക വെള്ളക്കെട്ടുണ്ട്. HMT കോളനി, മൂലേപ്പാടം റോഡ്, വട്ടേക്കുന്നം തുടങ്ങിയ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കോയിപ്പള്ളിക്കാർമ സ്വദേശി അരവിന്ദാണ് മരിച്ചത്. കൊല്ലത്തും കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നു. MC റോഡിലും ഇടറോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് വിവിധയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. വീണ്ടും കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ അരയി കാർത്തികപ്പുഴയിലാണ് അപകടം ഉണ്ടായത്. മറ്റ് 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടി. നീന്തൽ അറിയാതിരുന്നതോടെ മുങ്ങിത്താഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആലപ്പുഴയിലും ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറി. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കോയിപ്പള്ളിക്കാട് സ്വദേശി അരവിന്ദാണ് മരിച്ചത്. ആലപ്പുഴയിൽ ഇടവിട്ടുള്ള മഴയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് നഗരം കേന്ദ്രീകരിച്ച് തുറന്നിട്ടുള്ളത്. മറ്റ് ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പക്ഷേ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലടക്കം പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റും ഒപ്പം തന്നെ മഴയും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. കാറ്റിൽ തെങ്ങ് വീണ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴ കായംകുളം സ്വദേശി കോയിപ്പള്ളി കാരായ്മച്ചിറയിൽ ധർമ്മപാലിന്റെ മകൻ അരവിന്ദാണ് മരണപ്പെട്ടത്. രാവിലെ 10 മണിയോടുകൂടി ശക്തമായ കാറ്റിൽ അരവിന്ദിന്റെ ശരീരത്തിലേക്ക് തെങ്ങ് മറിഞ്ഞ് കടപുഴകി വീഴുകയായിരുന്നു. തുടർന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് 2 അപകടങ്ങളാണ് ഈ കാറ്റും മഴയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, കൈനഗിരിയിൽ വാഹനം റോഡിൽ കാർ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തു. വലിയ തോതിലുള്ള മഴയില്ലെങ്കിൽ പോലും ഉയർന്ന തിരമാലകളുടെയും കാറ്റിന്റെയും ജാഗ്രതാ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ തുറക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
മുതലപ്പുഴയിൽ വീണ്ടും അപകടം. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയായിരുന്നു അപകടമുണ്ടായത്. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ പരിസരവാസി ചേരുന്നുണ്ട്. തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുകയാണല്ലോ. ഇവിടെ ഈ വാർഡ് വെച്ചാൽ ആൾക്കാരെ കൊല്ലാൻ കൊണ്ടുവന്ന ആൾക്കാരാണ്. ഡിസംബർ മാസമാണെങ്കിലും മരണങ്ങളാണ് ഉണ്ടാവുക. ഒരു ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണമാട്ടമാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ജനങ്ങള് ഇതിന് വലിപ്പം കൊണ്ടാണ് ആൾക്കാരെ ജോലിക്ക് പോകുന്നത്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോഴും ഇതുപോലെ ഒരു ചെറിയ കടക്ഷവും വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഡിസംബർ മാസവും മരണങ്ങൾ ഉണ്ടാവാണ് ഈ ആർബാണ്ടകത്ത്. ഈ മഴക്കാലത്തല്ലാതെ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 70ഓളം പേരാണ് ഇവിടെ മരിച്ചത്. അപ്പൊ ഇതിന്റെ 76ഓളം പേര്. ഇതിന്റെ ഈ നിർമ്മാണം മാറ്റി ചെയ്യണമെന്നുള്ളതാണ്. വീതി കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത്. ചേട്ടൻ പറഞ്ഞാണെങ്കിൽ 10 വർഷം കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമര പരിപാടികളും റോഡ് ഉപരോധവും സ്ട്രൈക്കും എല്ലാം നടത്തുന്നുണ്ട്. ഈ മരിച്ച ഡെഡ് ബോഡി ഉൾപ്പെടെ പാലത്തിന് മുകളിൽ വെച്ച് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് MLA മന്ത്രി വരെ ഇവിടെ വന്ന് നോക്കുന്നു, കാണുന്നു, പോകുന്നു. അവരാരും ഇതുവരെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. മരണങ്ങൾ വീണ്ടും തുടർച്ചയായി സംഭവിക്കുന്നു. നിങ്ങളെപ്പോലെ പത്രക്കാരും ചാനലുകാരും വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നിങ്ങളും പോവുകയാണ്. മന്ത്രി MLA എല്ലാ രാഷ്ട്രീയ ആൾക്കാരും പോവുകയാണ്. ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ നിർമ്മാണത്തിന്റെ പ്രശ്നം പല ഘട്ടങ്ങളിലായി പറയുന്നതാണ്. ഇതിന്റെ വീതി കൂട്ടണമെന്നുള്ളത് ഇപ്പോഴും എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഇതാണ്ട് ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ഈ ഡ്രഡ്ജിംഗ് കപ്പല് 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കോരുന്നത്. അവർ ഒരു മമ്മട്ടിക്ക് ഒരു കോരി കോരുമ്പോൾ 10 ഇരട്ടിയായിട്ട് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ലൈവാണ് ഇവിടെ പല ചാനലുകാരും റിപ്പോർട്ടുകാരും എടുത്തിട്ടുണ്ട്. മണ്ണ് വീണ് കിടന്നത് ഇതുവരെയും ഡ്രഡ്ജിംഗ് ചെയ്തില്ല. കേരളത്തിൽ 8 ജില്ലയുണ്ട് കടലോര മേഖല. ഈ ഒരു ജില്ലയിലും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടില്ല. ഇത്രയും മരണസംഖ്യ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയാണ് പലതവണയായി ഉയരുന്നത്. കാരണം മുതലപ്പുഴയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പുഴയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. പുലർച്ചെ തിരക്ക് കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. എന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ദേവസ്വം ബോർഡ് ജീവനക്കാർ കൂട്ടാക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശം വന്നാൽ മാത്രമേ ചടങ്ങുകൾ നിർത്താനാകൂ എന്ന നിലപാടിലാണ് ദേവസ്വം ജീവനക്കാർ. മഴക്കാലത്തെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണെന്ന് മന്ത്രി കെ രാജൻ. വേനൽ മഴ പ്രതീക്ഷിച്ചതിലും അധികമാണ്. മൺസൂണിന്റെ ആദ്യ പാദവും ഇതുപോലെ മഴ ലഭിച്ചാൽ പ്രതിസന്ധിയുണ്ടാകും. ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർ അനാവശ്യ അവധി ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. മെയ് 31 മൺസൂൺ എത്തിച്ചേരും എന്ന് നേരത്തെ നമുക്ക് വിവരം ലഭ്യമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവചനമുണ്ടായതിനെ തുടർന്ന് നേരത്തെ മെയ് 9 മുതൽ ആരംഭിച്ച വേനൽ മഴയുടെ കാലത്ത് തന്നെ തുടങ്ങിവെച്ച നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ച് താഴത്ത് ഇപ്പോ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം വിളിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട്. 23-ാം തീയതി അറബിക്കടലിനകത്ത് രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നത് തിരിച്ചുപോയതോടെ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത്
എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ കേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ, ഒരുപക്ഷെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm ആണ്. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. സാധാരണ നിലയിൽ നമ്മൾ മൺസൂൺ 31-നാണ് വരും എന്നുള്ള കാര്യത്തിൽ പ്രവചനം ലഭ്യമായെങ്കിലും മൺസൂൺ കാറ്റുകൾ ലംബമായി വീശി തുടങ്ങി എന്നുള്ളതും അതിന്റെ ഭാഗമായി മഴമേഘങ്ങൾ അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നുള്ളതുമാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ മഴ അളവിന്റെ കാരണമായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ഒരുക്കങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ആ നിലവാരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ചെറുകുന്നിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു. പിക്കപ്പ് വാൻ ഡ്രൈവർ കളമശ്ശേരി HMT കോളനി സ്വദേശി അൻസാറാണ് മരിച്ചത്. കണ്ണൂർ പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയും കാസർഗോഡ് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 13 പേർക്ക് പരിക്ക്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. നെട്ടണികെ കിന്നിങ്കാർ പടൈമൂലയിലെ P. സതീശനാണ് മരിച്ചത്. വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കോഴിയെ കിണറ്റിലിറങ്ങി പുറത്തെടുക്കുന്ന സമയത്ത് ഇയാൾ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള ഉസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയ 178 പേർക്ക് ഭക്ഷ്യവിഷബാധ സംശയിക്കുന്നുണ്ട്. അതേസമയം സെയിൻസ് ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചത് മറ്റൊരാളുടെ ലൈസൻസിലാണ്. നിലവിലെ നടത്തിപ്പുകാരനായ റഫീഖിന് ലൈസൻസ് കിട്ടിയിട്ടില്ല. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ കുഴിമന്തി വീട്ടിൽ വെച്ചാണ് ഉസൈബ കഴിച്ചത്. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അന്ന് തന്നെ അവരെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഉസൈബ മരിച്ചത്. കുഴിമന്തിയാണ് മേടിച്ചത് ഇവര്. അപ്പോൾ ആള് മയോണീസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. പക്ഷെ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ആളിന്നലെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ ആളങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. 1 മണിയൊക്കെ ആയപ്പോഴേക്കും മരണപ്പെട്ടു. ഈ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച 178 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി. ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് IDSP ഓഫീസർ ഡോക്ടർ ഗീത, എപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും കണ്ട് സംഘം വിവരങ്ങൾ ആരാഞ്ഞു. അതേസമയം സെയിൻ ഹോട്ടലിൽ നേരത്തെയും ഭക്ഷ്യവിഷബാധയുണ്ടായിട്ടുണ്ട്. അന്ന് 3 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. 4 മാസം മുമ്പ് പഴകിയ ഭക്ഷണവും ഹോട്ടലിൽ നിന്ന് പിടികൂടിയിരുന്നു. തുടർന്ന് ഹോട്ടൽ അടച്ച് വീണ്ടും തുറന്നപ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ഇരിയണ്ണി കുറ്റിയടുക്കത്ത് പുലി ഇറങ്ങി. ബോവിക്കാനം എരഞ്ഞിപ്പുഴ പാതയിൽ കഴിഞ്ഞ ദിവസം കാറിൽ സഞ്ചരിച്ചവരാണ് റോഡിന് കുറുകെ പുലി ചാടിപ്പോകുന്നത് കണ്ടത്. വനംവകുപ്പിനെ അറിയിച്ചിട്ടും പുലിയെ പിടികൂടാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമാണ്.
ഇടുക്കി കാന്തല്ലൂരിൽ കാലിൽ കയർ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടിവെച്ചു. പെരടിപ്പള്ളത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വെച്ചാണ് ആനയെ മയക്കുവെടിവെച്ചത്. ആനയുടെ കാലിൽ ചുറ്റിയിരുന്ന പ്ലാസ്റ്റിക് കയർ നീക്കം ചെയ്തു. ചികിത്സ നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് മടക്കി അയക്കും. നിലമ്പൂർ രാജറാണി എക്സ്പ്രസിൽ വെച്ച് പാമ്പ് കടിച്ചു എന്ന സംശയത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ നില തൃപ്തികരം. ശരീരത്തിൽ വിഷാംശമുള്ളതായി പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കി. ട്രെയിനിന്റെ ബർത്തിൽ കിടക്കുകയായിരുന്ന യുവതിയെ രാവിലെയാണ് പാമ്പ് കടിയേറ്റതായി സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ ഗുണ്ടകളുമായി അടുത്ത ചങ്ങാത്ത പുറത്തി എന്നതിന്റെ തെളിവാണ്. വളരെയധികം സമയം ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ ഈ ഗുണ്ടയുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമായാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കണ്ടത്. അതുകൊണ്ടാണ് അടിയന്തര നടപടി ഉണ്ടായിട്ടത്. സംസ്ഥാനത്തെ പോലീസ് ഗുണ്ടാ ബന്ധം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സംഭവമാണ്. അടുത്തിടെ ഇത്തരം ഗുണ്ടാക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയരായിരിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷവും അടക്കം ഉയർത്തിക്കൊണ്ടു വന്നതാണ്. മാത്രമല്ല നിരവധി സംഭവങ്ങൾ, ഗുണ്ടാ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ഇതുണ്ടായത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഈ ക്രമസമാധാന ചുമതല ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതെന്ന വിമർശനവും ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പോലീസ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള വേട്ട ആരംഭിച്ചത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ ഗുണ്ടകളെ കാപ്പ നിയമം ചുമത്തിയും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പലർക്കെതിരെയും കാപ്പ നിയമം ചുമത്തി ജയിലിലടച്ചു. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിലൊരു പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവം പുറത്തു വരുന്നത്. ഒരു ഡിവൈഎസ്പിയെ പോലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഗുണ്ടകളുടെ സത്കാരത്തിന്, അതും അദ്ദേഹം വിരമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ പങ്കെടുത്തുന്നത് വളരെ ഗുരുതരമായി തന്നെയാണ് സർക്കാർ കണ്ടത്. അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ കർശന ഈ ഒരു നടപടിക്ക് പിന്നിലുണ്ട്. കോട്ടയം ജില്ലയിലെ വാഴൂർ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിൽ തട്ടിക്കൂട്ട് നിർമ്മാണം നടത്തിയെന്ന് ആരോപണം. MD കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെയാണ് പരാതി. ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ കയറുന്നത് ആശങ്ക ഉയർത്തുകയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലെ ആക്ഷേപം. സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് വൃത്തിയും വെടുപ്പുമുള്ള സാഹചര്യത്തിലാകണമെന്ന് നിർദ്ദേശിക്കുകയും അത്തരത്തിൽ പാചകപ്പുരകൾ ക്രമീകരിക്കാത്ത സ്കൂളുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് നൽകാൻ പാടില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വാഴൂർ സെന്റ് പോൾ സ്കൂളിൽ പുരോഗമിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്നാണ് പരാതി. വർഷങ്ങളായി ഉപയോഗിക്കാതെ ജീർണിച്ച അവസ്ഥയിൽ നിലം പതിക്കാറായി കിടന്നിരുന്ന കെട്ടിടം തൂണുകൾക്ക് താങ്ങ് നൽകിയും ഭിത്തികൾ സിമന്റ് തേച്ചും ഇരുവശങ്ങളിലേക്കും താൽക്കാലിക പന്തൽ കെട്ടിയും സർക്കാരിനെ കബളിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമമെന്നും വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതിയിൽ പറയുന്നു. നിലവിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു അനുവാദവും ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്നും സ്കൂൾ അധികൃതർ വാങ്ങിയിട്ടുമില്ല. കുട്ടികൾക്ക് യാതൊരു സുരക്ഷ ഒരുക്കാതെയും ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങാതെയും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പ്രവർത്തിക്കുന്ന ഭൂമിയുടെ ഉടമയായ നെടുമാവ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സ്കൂൾ അധികൃതർക്കും വാഴൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. കേരളത്തിലെ IT മേഖല കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെന്ന് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെൻസറിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മുന്നേറ്റത്തിന്റെ കേന്ദ്രമായ ടെക്നോ പാർക്കിൽ നിന്നുള്ള സേവന മേഖലയുടെ വളർച്ചയോടുകൂടി ഉദാഹരണമാണ് ട്രെൻസറിന്റെ വികസിപ്പിക്കലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ടെക്നോ പാർക്ക് CEO കേണൽ സജീവ് നായർ പറഞ്ഞു. ടെക്നോ പാർക്കിലെ തേജസ്വി ബിൽഡിംഗിലാണ് 50,000 സ്ക്വയർ ഫീറ്റിൽ ട്രെൻസറിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പീരുമേട് പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ സമരം ആരംഭിച്ചു. കഴിഞ്ഞ 3 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം തുടങ്ങിയത്. കഴിഞ്ഞ 3 മാസങ്ങളിലായി പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ശമ്പളം ലഭിക്കാത്തത് മൂലം എസ്റ്റേറ്റിലെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. സ്കൂൾ തുറക്കാനിരിക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനാവശ്യമായ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനും കഴിയാതായതോടെയാണ് തൊഴിലാളികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്.
ഈ പോപ്സൺ കമ്പനിക്ക് സമരത്തോട് വലിയ താല്പര്യമുള്ളത്. കാരണം സമരം ചെയ്താലേ ഒരു ശമ്പളം തരത്തുള്ളൂ. അല്ലാതെ നമ്മൾ 3 മാസം പണിതാലും ശമ്പളം തരും. ഇന്ന് സമരം ചെയ്താൽ നാളെ പൈസ ഉറപ്പാണ്. അപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണ് മാനേജ്മെന്റ് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. മരണവഴിയായി ഇടുക്കിയിലെ ഗ്യാപ് റോഡ് ചെമ്മണ്ണാർ പാത 3 മാസത്തിനിടെ ഈ പാതയിൽ പൊലിഞ്ഞത് 5 പേരുടെ ജീവനാണ്. 2 ഡസനിലേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ശാസ്ത്രീയ പഠനം നടത്താതെയുള്ള കുത്തനെയുള്ള ഇറക്കത്തോടെ റോഡ് നിർമ്മിച്ചതാണ് കാരണമെന്നാണ് ആരോപണം. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ ഇവിടെ അപകടങ്ങളുടെ പരമ്പരയാണ് നടന്നത്. ഗ്യാപ്പ് റോഡ് മുതൽ കാക്കാക്കട വരെയുള്ള 7 കിലോമീറ്ററാണ് അപകട മേഖല. കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ 5 ജീവൻ 3 മാസത്തിനിടെ പൊലിഞ്ഞു. വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയില്ല എന്നും ലഭിച്ച DPRന് അനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്നുമാണ് ആരോപണം. ഈ കുത്തനെയുള്ള ഇറക്കമായതും 8 കിലോമീറ്ററോളം ഒരേ ഇറക്കം തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് കുത്തനെയാണ്. അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കവുമാണ്. അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും. ഇപ്പം ഈ ശശിയുടെ വീട്ടിലേക്ക് ഇത് 4ാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി, രണ്ടാമത് ആ പോസ്റ്റ് വളഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതിലെ ഒരു വണ്ടി പോയി. ഇതാണ്ട പെരയെല്ലാം ഇടിഞ്ഞു പോയേക്കുന്നത്. ഇതിലെ വാട്ടർ ടാങ്ക് എല്ലാവരുടെ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിപ്പം ഇത് 4ാമത്തെയാണ്. നിത്യസംഭവം അവിടെ. ഇത് റോഡ് പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ്, ഒന്നാമത് കുത്തിറക്കമാണ്. അതിൻ്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങൾ. കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് പിന്നെയും 4 വാഹനങ്ങൾ ഇടിച്ചു കയറി. അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ. കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷമായിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ ICU അടഞ്ഞു തന്നെ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാലാണ് ICUവിന് പ്രവർത്തനത്തിന് തടസ്സം. 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത്. സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രമാണ് പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ആശുപത്രിയിൽ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം ആരംഭിച്ചത്. കഴിഞ്ഞ മെയ് 16-നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുട്ടികളുടെ ICU ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടന ദിവസം തുറന്ന ICU പിന്നീട് തുറന്നിട്ടില്ല. ആവശ്യത്തിന് ശിശുരോഗ വിദഗ്ധന്മാരെ നിയമിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 4 പീഡിയാട്രിക് ഡോക്ടർമാരെ നിയമിച്ചാൽ മാത്രമേ ICU പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ സമീപ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ്. 1,47,24,000 രൂപ ചെലവാക്കിയാണ് കുട്ടികളുടെ ICU സജ്ജമാക്കിയത്. പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആ ആശുപത്രിയിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതികൾ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് പണിത ICUവിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വരെയുണ്ട്. ജീവനക്കാരെ നിയമിച്ച് ICU പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. വേനൽ മഴ ലഭിച്ചതോടെ പട്ടാമ്പി തൃത്താല മേഖലകളിലെ പാടങ്ങൾ വീണ്ടും സജീവമായി. 1ാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കത്തിലാണ് കർഷകർ. പാടങ്ങളിൽ ആദ്യഘട്ട ഉഴുതുമറിക്കലാണ് നടക്കുന്നത്. പൊടിവിതയും ഡേഞ്ചയും ചിലയിടങ്ങളിൽ നടിയിലുമാണ് പാടങ്ങൾ ഒരുക്കുന്നത്. മഴയെത്തിയതിന്റെ പ്രതീക്ഷയിലാണ് വള്ളുവനാട്ടിലെ നെൽകർഷകർ. 1ാം വിളയിറക്കാൻ അധിക ദിവസമില്ലാത്തതിനാൽ ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ്. മഴയെത്തിയതോടെ പാടങ്ങളിൽ കൃഷിയൊരുക്കം തുടങ്ങി. ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പ്രവൃത്തിയാണ് സജീവമായത്. 1ാം വിള നെൽകൃഷിക്ക് ഒരുങ്ങേണ്ട സമയം വൈകി. അതിനാൽ ഇത്തവണ വിതയും ഞാറ്റടി ഒരുക്കലുമാണ് നടക്കുന്നത്. 1ാം വിളപ്പോൾ വരിയുടെ ശല്യം നല്ലോണമുണ്ട്. അത് കാരണം ഇപ്പോൾ 1ാം വിള ഏറെക്കുറെ ഞങ്ങൾ നാടാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ വിതക്കും വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ കാലാവസ്ഥ അനുകൂലം ഉണ്ടായാലേ വിതക്കാൻ പറ്റുള്ളൂ. കുറച്ച് വൈകി, മഴ കിട്ടാൻ വഴി.
പുതുമഴ ആദ്യം കിട്ടിയില്ലല്ലോ, വിഷു കഴിഞ്ഞേക്ക് മഴ കിട്ടുന്നതല്ലേ, ഒരു മാസം കഴിഞ്ഞിട്ടാണ് മഴ കിട്ടിയത്. ഓങ്ങല്ലൂർ, മുതുതല, കൊടലൂർ, വല്ലപ്പുഴ, പട്ടാമ്പി എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങളിലാണ് തകൃതിയായി നിലമൊരുക്കൽ നടക്കുന്നത്. കാലവർഷം കനിയുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഒന്നാം വിള കൃഷി ഇറക്കാനുള്ള ഒരുക്കത്തിലാണിവർ. എന്നാൽ ആവശ്യത്തിന് വിത്ത് കൃഷിഭവനിൽ നിന്ന് ലഭ്യമാകാത്തത് കർഷകർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇടമഴ പെയ്യുന്നത് നിലമൊരുക്കുന്നതിന് ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിലമൊരുക്കൽ നടക്കുന്നുണ്ട്. ഒന്നാം വിള ഇറക്കാത്ത പാടങ്ങളിൽ ഡേഞ്ചർ കൃഷിക്കുള്ള ഒരുക്കങ്ങളും നടക്കുന്നു. മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഉള്ളുപൊള്ളിച്ച ഉഷ്ണതരംഗം ആശ്വാസമഴയ്ക്ക് വഴിമാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് നഗരത്തിൽ നടന്നു വരുന്ന മെറൈൻ വേൾഡ് പ്രദർശനം തടസ്സപ്പെടുത്താൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രമിച്ചെന്ന് പരാതി. 25 ലക്ഷം രൂപ പിരിവ് നൽകിയില്ലെങ്കിൽ പ്രദർശനം നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്നുവരുന്ന പ്രദർശനത്തിന് തുടക്കം മുതൽ BJP സംസ്ഥാന സമിതി അംഗമെന്ന് പരിചയപ്പെടുത്തിയ സതീഷ് പാറന്നൂർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് കൊച്ചി ആസ്ഥാനമായ DQF കമ്പനിയുടെ പരാതി. വ്യാജ പരാതികൾ നൽകി ലൈസൻസുകൾ വൈകിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് വിജയം കാണാതെ വന്നതോടെ പ്രദർശന നഗരിയിൽ നേരിട്ടെത്തി ഭീഷണി മുഴക്കിയതായി കമ്പനി ഉടമകൾ പറയുന്നു. വൻ ഭീഷണി പോലുള്ള രീതികളിൽ നിങ്ങളിത് തുടർന്നുകൊണ്ട് പോയാൽ ഞങ്ങൾക്കിത് അവസാനിപ്പിക്കേണ്ടി വരും, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ പ്രശ്നത്തിനൊന്നും വരില്ല. കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ഞങ്ങൾ അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും കൈക്കൂലി തന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ട, കൈക്കൂലി തന്നുകൊണ്ട് പ്രോഗ്രാം ചെയ്യേണ്ട, ഒരു കാരണവശാലും ഞങ്ങളത് തരില്ല എന്നവരടുത്ത് പറയുക. എന്നാൽ പിന്നെ നിങ്ങൾ പ്രോഗ്രാം നടത്തി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ലൈസൻസിൻ്റെ എല്ലാ വാതിലുകളിലും ഇവർ പോയി അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ പറയുകയും ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. സതീഷിന്റെ ശല്യം തുടർന്നതോടെ ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണ ഉത്തരവ് വാങ്ങിയാണ് പ്രദർശനം ആരംഭിച്ചത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് കോടതിയെ സമീപിച്ചതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇയാളുടെ ഇടപെടലിൽ ട്രേഡ് സെന്ററിൽ പരിപാടികളിൽ നഷ്ടമെന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചില സംരംഭങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ ഇന്നമാതിരി മണ്ഡലം സെക്രട്ടറിയാണ്, ഞങ്ങൾ ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല. ഇതിനു മുന്നേ പരിപാടി നടത്തിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവർക്കൊക്കെ ഇത് ഇട്ടെറിഞ്ഞ് ഓടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറയും. നമുക്കിവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇയാൾ ഇവിടെ വെള്ളക്കെട്ടാണ്, ഇവിടെ വേസ്റ്റ് ആണ്, അതാണ് ഇതാണ് പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് അനാവശ്യങ്ങൾ എഴുതി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം പണം ആവശ്യപ്പെട്ട് പ്രദർശനം തടഞ്ഞെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് സതീഷ് പാറന്നൂർ വ്യക്തമാക്കി. പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള സ്ഥലമായി റവന്യൂ വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയ സ്ഥലത്ത് അനധികൃത നിർമ്മിതികൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രദർശനം സംഘടിപ്പിക്കുന്ന കമ്പനി തനിക്കെതിരെ കേസെടുപ്പിച്ചതെന്നും സതീഷ് പാറന്നൂർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6665 രൂപ, പവൻ 53,320 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5550 രൂപ, പവന് 44,400 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, കിലോയ്ക്ക് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.